Hello everyone, welcome back to my channel. Kerala State 10th second part English textbook in the second part Unit 4 Flights of Fancy. അതിലെ The Scholarship Jacket എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാർത്ത സെലനസ് എന്ന് പറയുന്ന ഒരു റൈറ്ററിൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആണ് ഈ ഷോർട്ട് സ്റ്റോറി. റൈറ്റർ നറേഷൻ യൂസ് ചെയ്തേക്കുന്നത് ഐ എന്നുള്ള ആ ഒരു വേർഡ് വെച്ചിട്ടാണ്. അതായത് റൈറ്ററിന്റെ സ്റ്റോറി പറയുന്നതാണിത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നാണ് ഷോർട്ട് സ്റ്റോറിയുടെ പേര്. ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റോറിയിൽ വരുന്നത്. റൈറ്റർ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു, അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു. പക്ഷെ അത് കിട്ടാനായിട്ട്, അതൊരു അവാർഡാണ്, ആ അവാർഡ് കിട്ടാനായിട്ട് ഡയറക്റ്റായിട്ട് കിട്ടിയില്ല. ഒരുപാട് ഒബ്സ്റ്റക്കിൾസ്, അതായത് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു. എന്നിട്ടാണ് ഈ അവാർഡ് മേടിക്കാൻ പറ്റിയത്. അപ്പോൾ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ലൈഫിൽ ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഇവർ ഫേസ് ചെയ്തു, എന്നിട്ട് ഈ അവാർഡ് കിട്ടിയോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് written by Martha Selenas. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. ദ സ്മോൾ ടെക്സാസ് സ്കൂൾ. അപ്പോൾ മാർത്ത സെലനസ് 8th പഠിച്ച, അതായത് 8th വരെ പഠിച്ച സ്കൂളാണ് ദ സ്മോൾ ടെക്സാസ് സ്കൂൾ. ആ സ്കൂളിൽ ഒരു ട്രഡീഷൻ ഉണ്ട്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. ഡ്യൂറിംഗ് ദ 8th grade graduation, a beautiful gold and green jacket was awarded to the class valedictorian. 8th ഗ്രേഡിൻ്റെ ഗ്രാജുവേഷനിൽ, 8th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോഴാണ് ഇവർക്ക് ഗ്രാജുവേഷൻ. അന്ന് ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ്, ഗോൾഡും ഗ്രീൻ കളറും വരുന്ന ഒരു ജാക്കറ്റ് അവാർഡായിട്ട് കൊടുക്കും. ആർക്കാണ്? ടു ദ ക്ലാസ് വാലഡിക്ടോറിയൻ. ക്ലാസ്സിലെ വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്കോററിന്. അക്കാഡമിക് എക്സലൻസ് എല്ലാം കാണിച്ച്, അതായത് ടോപ്പ് ഗ്രേഡ് മേടിച്ച കുട്ടിക്ക് 8th സ്റ്റാൻഡേർഡിൽ വെച്ച് ഗ്രാജുവേഷൻ സെറമണിയിൽ കൊടുക്കുന്ന അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. The student who had maintained the highest grades for 8 years. അതായത് 8 years ആയിട്ട് ടോപ്പ് സ്കോറർ ആയിരിക്കണം. 8th മാത്രമല്ല കേട്ടോ, 8th വരെ ടോപ്പർ ആയിരുന്ന കുട്ടിക്കാണ് ഈ പറയുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് അവാർഡായി കൊടുക്കുള്ളൂ. The scholarship jacket had a big gold S on the left front side. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ പ്രത്യേകത, ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു എസ് എന്ന് ബിഗ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കോളർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആൻഡ് യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. പോക്കറ്റിൽ ഗോൾഡ് ലെറ്റേഴ്സിൽ പേരും എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കാണാനായിട്ട് ഉള്ള ലുക്ക്. മൈ ഓൾഡർ സിസ്റ്റർ റോസി ഹാഡ് വോൺ ദ ജാക്കറ്റ് എ ഫ്യൂ ഇയേഴ്സ് ബാക്ക്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റോസി, മാർത്ത സെലനസിൻ്റെ ഓൾഡസ്റ്റ് സിസ്റ്ററാണ്, റോസിക്ക് ഈ പറയുന്ന ജാക്കറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ടു ഓൾസോ. അപ്പോൾ എനിക്കും ഒരു എക്സ്പെക്റ്റേഷൻ, എനിക്കും കിട്ടണം എന്നൊരു പ്രതീക്ഷയൊക്കെ മാർത്ത സെലനസിന് ഉണ്ട്. ഐ വാസ് 14 ആൻഡ് ഇൻ ദ 8th grade. ഈ സംഭവം നടക്കുമ്പോൾ നമ്മുടെ മാർത്ത സെലനസ് 14 വയസ്സും, അതായത് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഐ ഹാഡ് ബീൻ എ സ്ട്രൈറ്റ് എ സ്റ്റുഡൻറ്റ് സിൻസ് ദ ഫസ്റ്റ് ഗ്രേഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ എ ഗ്രേഡാണ് ഇവർക്ക്, എ ഗ്രേഡ് ഉള്ള ഒരു കുട്ടിയാണ്. ആൻഡ് ദിസ് ലാസ്റ്റ് ഇയർ ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ് വെരി മച്ച് ടു ഓണിങ് ദ ജാക്കറ്റ്. അപ്പോൾ ഈ ലാസ്റ്റ് 8th grade എത്തിയപ്പോൾ ഒരുപാട് പ്രതീക്ഷ വെച്ചു. ലുക്ക്ഡ് ഫോർവേഡ് മീനിങ് ഒരുപാട്, നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കില്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ജാക്കറ്റിന് വേണ്ടി ഒരുപാട് പ്രതീക്ഷിച്ചു ഈ ഒരു വർഷം കൂടി. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ ഹു കുഡ്ന്റ് ഏൺ ഇനഫ് മണി ടു ഫീഡ് 8 children. മാർത്ത സെലനസിൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണ്. 8 കുട്ടികളാണ്, മാർത്ത സെലനസും കൂടി 8 കുട്ടികളാണ്. ഇവരെ എല്ലാവരെയും നോക്കാനായിട്ടുള്ള പൈസ മാർത്ത സെലനസിൻ്റെ ഫാദറിന് ഉണ്ടായില്ല. സോ വെൻ ഐ വാസ് 6 ഐ വാസ് ഗിവൺ ടു മൈ ഗ്രാൻഡ് പാരൻസ് ടു റേസ്. അപ്പോൾ മാർത്ത സെലനസിന് 6 വയസ്സായപ്പോൾ മാർത്ത സെലനസിൻ്റെ അച്ഛൻ ഇവരെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി. എന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ ഇവർ പഠിച്ചത്. വി കുഡൻറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്പോർട്സ് അറ്റ് സ്കൂൾ. സ്കൂളിലെ സ്പോർട്സിലൊന്നും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. കാരണം എന്താ? ബിക്കോസ് there were registration fees, uniform costs and trips out of town. രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. ഒരുപാട് കാര്യങ്ങൾ സ്പോർട്സിൽ വരും അല്ലേ, അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. അതേപോലെ യൂണിഫോം,
സ്പോർട്സിന് യൂണിഫോം ഉണ്ട്, അത് മേടിക്കാനുള്ള പൈസ. അതേപോലെ ട്രിപ്സ് ഔട്ട് ഓഫ് ടൗണിൻ്റെ പുറത്തേക്ക് ട്രിപ്സ് ഒക്കെ പോകേണ്ടി വരും. ഇപ്പോൾ കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ അടുത്ത ലെവലിലേക്ക് എത്തണമെങ്കിൽ വേറെ പുറത്തേക്ക് പോയിട്ട് അവിടെയാണ് കോമ്പറ്റീഷൻ നടക്കുക. അപ്പോൾ അതിനൊക്കെ പോകാനായിട്ട് ഒരുപാട് പൈസയാവും. അതുകൊണ്ട് ഇവർ സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല, ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിലൊന്നും പോയിരുന്നില്ല. Even though our family was quite agile and athletic, there would never be a school sports jacket for us. ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരൊക്കെ അജൈൽ ആൻഡ് അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ അജൈൽ മീനിങ് നല്ല ഫ്ലെക്സിബിൾ ഒക്കെയാണ്. ഈ പറയുന്ന സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുള്ള ആളുകളല്ല. പക്ഷേ ഈ പറഞ്ഞ ഇത്രയും പൈസ ചിലവ് വരുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഇവർക്കാർക്കും സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് മേടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. the scholarship jacket was our only chance. അപ്പോൾ ഇവർക്കുള്ള ആകെ ഒരു ചാൻസ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമാണ്. In May, close to graduation, spring fever had struck as usual with a vengeance. അപ്പോൾ ഗ്രാജുവേഷൻ്റെ സമയം ആവാറായിട്ടോ, ഈ അവാർഡ് മേടിക്കുന്ന ഗ്രാജുവേഷൻ്റെ ടൈമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് സീസണിലേക്ക് എത്താറായിട്ടുണ്ട്. സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചനൻസ്. അതായത് നമുക്കിങ്ങനെ സ്കൂളൊക്കെ അടയ്ക്കാറാവുമ്പോൾ ഒരു ചെറിയൊരു മടിയൊക്കെ തുടങ്ങും അല്ലേ. ഇങ്ങനെയല്ല സ്കൂൾ നടച്ചാൽ മതി എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഗ്രാജുവേഷൻ്റെ ടൈമായി, സ്പ്രിംഗ് ഫീവർ എല്ലാവർക്കും വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് സീസണിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചനൻസ് മീനിങ് ഒരു റിവെഞ്ച് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ സ്പ്രിംഗ് സീസൺ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മടുപ്പും ഒക്കെ കുട്ടികൾക്ക് വന്നു തുടങ്ങി എന്നാണ് ഇവിടെ മീൻ ചെയ്തേക്കുന്നത്. No one paid any attention in class. സ്കൂള് പൂട്ടാറാവുമ്പോൾ നമുക്ക് പിന്നെ ക്ലാസ് എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാതാവും അല്ലേ. സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒന്നും വലിയ ശ്രദ്ധിക്കുകയൊന്നുമില്ല. ഇതേപോലെ തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. ആരും വലിയ ക്ലാസ് ഒന്നും അധികം ശ്രദ്ധിച്ചില്ല. ഇൻസ്റ്റഡ് ബി സ്റ്റേഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ്. പകരം ഇവരെന്താ ചെയ്തത്, വിൻഡോസിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ക്ലാസ് ടൈമിലും വിൻഡോസിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കും ഇവർ. ആൻഡ് അറ്റ് ഈച്ച് അതർ, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഇവരെയൊക്കെ നോക്കിയിരിക്കും. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. സ്കൂൾ അടയ്ക്കാൻ ഇനി കുറച്ച് നാളും കൂടി ഉള്ളൂ, കുറച്ച് ആഴ്ചകൾ കൂടി ഉള്ളൂ, ഒന്ന് വേഗം അടച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ഇവരിങ്ങനെ ഇരിക്കും. ഐ ഡെസ്പറേറ്റ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. ഡെസ്പെയർ മീനിങ് എൻ്റെ പ്രതീക്ഷയെല്ലാം പോകും ഞാൻ കണ്ണാടി നോക്കുമ്പോൾ. റീസൺ എന്താണ്? പെൻസിൽ തിൻ, നോട്ട് എ കർവ് എനിവെയർ. എന്നെ എന്ന് പറഞ്ഞാൽ ഒരു പെൻസിൽ പോലെ എന്നെ കാണാൻ, അങ്ങനെയാണ് എന്നെ കാണാനുള്ളൊരു ലുക്ക്. ഓക്കെ, ഐ വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ ആൻഡ് ഐ ന്യൂ ദാറ്റ്സ് വാട്ട് ഐ ലുക്ക്ഡ് ലൈക്ക്. എന്നെ എല്ലാവരും വിളിച്ചിരുന്നത് ബീൻ പോൾ, സ്ട്രിങ് ബീൻ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ബീൻസ് പോലെയാണ് എന്നെ കാണാനിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ ആ പേരാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയാം എന്നെ കാണാൻ അങ്ങനെ തന്നെയാണെന്ന്. That really was not much for a 14-year-old to work with, I thought, as I absent-mindedly wandered from my history class to the gym. ഞാൻ ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നു, എന്നെ എല്ലാവരും ഇങ്ങനെ വിളിക്കണേ. പക്ഷേ എനിക്ക് 14 years ഉള്ളൂ, അതൊന്നും വലിയ സംഭവമൊന്നുമല്ല അല്ലേ. നമ്മൾക്കൊരു 14 yearsലൊന്നും നമ്മളുടെ ലുക്സിനെ പറ്റി നമ്മൾ വലിയ ബോധമാവണമെന്നില്ല. Another hour of sweating in basketball and displaying my toothpick legs was coming up. അങ്ങനെ അടുത്തൊരു PT പീരീഡായി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡായി. ബാസ്കറ്റ്ബോൾ അവർ കളിക്കാറുണ്ട്. അപ്പോൾ വിയർക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ തിൻ ലെഗ്സ്, അതായത് ടൂത്ത് പോലെ തിന്നായിട്ടുള്ള കാലുകൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള വേറൊരു ടൈം കൂടെ ആയിട്ടുണ്ട്, 1 മണിക്കൂർ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത പീരീഡ് PT ആണ്. PTക്ക് എല്ലാവരും ഷോർട്സ് ഇടുമ്പോൾ ഇവരുടെ കാല് ഇങ്ങനെ ടൂത്ത് പോലെ ഇരിക്കുന്ന കാലാണ്. അത്രയും അങ്ങനത്തെ ഒരു കാല് ഡിസ്പ്ലേ ചെയ്യാനുള്ള സമയം. അതേപോലെ തന്നെ ബാസ്കറ്റ്ബോൾ കളിച്ച് എല്ലാവരും വിയർക്കാനുള്ള ടൈമും ആയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇവരിങ്ങനെ വരാണ്. Then I remembered my physical education shorts were still in a bag under my desk where I had forgotten them. അപ്പോഴാണ് ഇവർ ഓർക്കണം, അയ്യോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡിൽ, അതായത് PT പീരീഡിൽ ഇടാനുള്ള ഷോർട്സ് അത് നമ്മുടെ ക്ലാസ് റൂമിൽ ഡെസ്കിൻ്റെ അടിയിൽ ഒരു ബാഗിൽ ഇരിക്കുകയാണല്ലോ എന്നിങ്ങനെ അടുത്ത സെല്ലൻസ് ഓർക്കാണ്. മറന്നുപോയി, അവരത് അവിടെ വെച്ച് മറന്നുപോയി. ഐ ഹാവ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക് ആൻഡ് ഗെറ്റ് ദം. പക്ഷെ ഇത്രയും ദൂരം തിരിച്ച് നടന്നത് എടുക്കണമല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ ഇഫ് സംവൺ വാസന്റ് ഡ്രസ്ഡ് ഫോർ. ഇത് പോയി തിരിച്ചെടുക്കാനുള്ള റീസൺ എന്താ? ഇവരുടെ കോച്ച് തോംസൺ എന്ന് പറഞ്ഞൊരു
കോച്ചാണ്. അപ്പോൾ തോമസൺ അവർക്ക് എന്താണ് ഈ പറയുന്ന PT ഒക്കെ ഡ്രസ്സ് കറക്റ്റ് ഇട്ടില്ല എന്നാണെങ്കിൽ അവർ ശരിക്കും ബേറിനെ പോലെയാണ്, ശരിക്കും നല്ല പ്രശ്നക്കാരനാണ്. She had said I was a good forward and even tried to talk grandma into letting me join the team once. അപ്പോൾ തോംസൺ ഒരു കോച്ച് ഒരു തവണ ഇവരുടെ ഗ്രാൻഡ് മദറിനോട് പറഞ്ഞിട്ടുണ്ട് ടീമിലേക്ക് എന്നെ എടുത്തോ എന്നുള്ള കാര്യം. അതായത് ടീമിലേക്ക് അടുത്ത സെലക്ട് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് സ്പോർട്സ് ഒക്കെ കളിക്കുന്ന ആളാണ് എന്നൊക്കെ കോച്ച് പറഞ്ഞിട്ടുണ്ട്, ഗ്രാൻഡ്മേനോട് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. പക്ഷെ ഗ്രാൻഡ്മ നോ പറഞ്ഞു. കാരണം അറിയാലോ ഒരുപാട് പൈസ ചിലവുള്ളതാണ് ഈ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ. I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. അപ്പോൾ ഷോർട്സ് എടുക്കാനായിട്ട് ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവർ ഭയങ്കര ഒച്ച കേൾക്കണം, ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആരോ സംസാരിക്കുന്നത്, ഒരുപാട് ആർഗ്യുമെന്റ് പോലെ. ഓക്കെ, അങ്ങനെ കേട്ട് ഇവരിങ്ങനെ ക്ലാസ്സിൻ്റെ അകത്തേക്ക് കേൾക്കാതെ പുറത്ത് തന്നെ കയറാതെ പുറത്തിങ്ങനെ നിൽക്കണം. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആർഗ്യൂ ചെയ്യില്ലേ, വാദിക്കില്ലേ, രണ്ടുപേര് തമ്മിൽ ഭയങ്കര ആർഗ്യുമെന്റ്സ് നടത്തും. അപ്പോൾ ഇതുപോലെ ക്ലാസ് റൂമിൽ ഭയങ്കര ആർഗ്യുമെന്റ് കേൾക്കാണ്. ഐ സ്റ്റോപ്ഡ്. ഞാനപ്പോൾ അവിടെ തന്നെ നിന്നു. ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ് ഡ്രോപ്പ്. എനിക്കകത്ത് അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ കേൾക്കില്ലേ, ഒളിഞ്ഞു നിന്ന് കേൾക്കില്ലേ, അതാണ് ഈവ്സ് ഡ്രോപ്പ്. അങ്ങനെ ചെയ്യണമെന്നൊന്നും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നായിപ്പോയി. കാരണം അകത്തേക്ക് കയറാൻ വേണം, പക്ഷെ അകത്ത് ഭയങ്കര ബഹളം നടക്കണം. ഐ നീഡഡ് ദോസ് ഷോർട്സ് ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. എനിക്കാണെങ്കിൽ ഷോർട്സ് എടുക്കാൻ വേണം. ഷോർട്സ് എടുക്കുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. ഞാൻ എന്തായാലും ലേറ്റ് ആവാനായിട്ട് പോവാണ്. ബട്ട് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ഇന്ററപ്റ്റ് ആൻ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. ടീച്ചേഴ്സാണ് അകത്ത് നിന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവരെ ഇന്ററപ്റ്റ് ചെയ്യാനും ആഗ്രഹമില്ല. I recognized the voices, Mr. Schmidt and my history teacher and Mr. Boone, my math teacher. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി ഏത് ടീച്ചറിൻ്റെ സൗണ്ടാണ്. ഒന്ന് ഹിസ്റ്ററി ടീച്ചറായിരുന്നു, ഒന്ന് മാത്സ് ടീച്ചറായിരുന്നു. ഹിസ്റ്ററി ടീച്ചർ ഷ്മിറ്റും അതുപോലെ മാത്സ് ടീച്ചർ ബൂൺ, ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ പറഞ്ഞ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. They seemed to be arguing about me. കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ആർഗ്യുമെന്റ് എന്നെ പറ്റിയാണല്ലോ എന്ന് മനസ്സിലായി. I couldn't believe it. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. I still remember the feeling of shock that rooted me flat against the wall, as if I were trying to blend in with the graffiti written there. ആ സമയം എനിക്ക് ആ ഒരു ഷോക്കിംഗ് ആ ഒരു മൊമെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ ചുമരിൽ ഇങ്ങനെ ചാരി നിന്നത്. ചുമരിൽ ഗ്രാഫിറ്റി പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് ചുമരിൽ പബ്ലിക് പ്ലേസിലൊക്കെ ആളുകൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഗ്രാഫിറ്റി പെയിന്റിങ്. അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ ചാരി നിന്നപ്പോൾ ശരിക്കും ഞാനതിൽ ബ്ലണ്ടായി പോണ പോലെ ഞാനിങ്ങനെ നിന്നത്. ആ ഒരു ഷോക്കിംഗ് ടൈം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I won't lie or falsify